നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ചിലപ്പോൾ ഒരു വീഡിയോ ഗെയിം പോലെയാണെങ്കിലോ? ഈ ഒരു ചിന്തയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന ഈ യാഥാർത്ഥ്യം ഒരുപക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ യഥാർത്ഥമല്ലെങ്കിൽ? ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ കാണുന്ന ഈ ലോകം, അതിലെ ഓരോ വസ്തുക്കളും, നിങ്ങൾ കാണുന്ന ആളുകളും, ഇതൊന്നും സത്യമല്ലെങ്കിലോ? നിങ്ങളുടെ ജീവിതം മുഴുവൻ, ഓരോ അനുഭവവും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഭാഗമാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. അതായത് ഈ കാണുന്നതൊന്നും യഥാർത്ഥ ലോകമല്ല, പകരം ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത വളരെ റിയലിസ്റ്റിക് ആയൊരു യൂസർ ഇന്റർഫേസ് ആണെങ്കിലോ? നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിലെ ഐക്കണുകൾ പോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും വേണ്ടിയുള്ള ഒന്ന്. ആ ഒരൊറ്റ ലക്ഷ്യം ഇതാണ്: അതിജീവനം. ഡൊണാൾഡ് ഹോഫ്മാന്റെ ഫിറ്റ്നസ് ബീറ്റ്സ് ട്രൂത്ത് എന്ന സിദ്ധാന്തം പറയുന്നതും ഇതുതന്നെയാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിണമിച്ചത് സത്യം കാണാനല്ല, മറിച്ച് അതിജീവിക്കാൻ എന്തുപകാരപ്പെടുമോ അത് മാത്രം കാണാനാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു സിംഹം ശരിക്കും എങ്ങനെ ഇരിക്കുന്നു എന്നറിയുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം അത് അപകടകാരിയാണെന്ന ഐക്കൺ കാണുന്നതാണ്, അല്ലേ? അപ്പോ ഈ ലോകം ഒരു ഇന്റർഫേസ് ആണെങ്കിൽ ഉറപ്പായും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുമല്ലോ. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്: അസ്തിത്വത്തിന്റെ സോഫ്റ്റ്വെയർ. വെറും ഇൻഫർമേഷൻ അഥവാ വിവരങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ ലോകമായി മാറുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മളെല്ലാവരും കരുതുന്നത് ഈ ലോകം കല്ല്, മണ്ണ്, വെള്ളം പോലുള്ള ഭൗതിക വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെന്നാണ്. പക്ഷേ ഈ പുതിയ ആശയം പറയുന്നത് അതല്ല. ലോകം നിർമ്മിച്ചിരിക്കുന്നത് വിവരങ്ങൾ അഥവാ ഒരു തരം കോഡ് വെച്ചാണ്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ തന്നെ. അപ്പൊ ഈ കോഡിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പുരാതന ഭാരതീയ തത്വചിന്ത ഇതിനെ ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈൻ പോലെ 5 ഘട്ടങ്ങളായി പറയുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ രൂപമൊന്നുമില്ലാത്ത ശുദ്ധമായ ഊർജം മാത്രം, പരാശക്തി. രണ്ടാമതായി അതിലൊരാദ്യത്തെ ചലനം, ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നു, അതാണ് സ്പന്ദ. അതാണ് വിവരത്തിന്റെ തുടക്കം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഊർജം വർണ്ണങ്ങൾ അഥവാ കമ്പ്യൂട്ടറിലെ 0-1 ബിറ്റുകൾ പോലെ ചെറിയ യൂണിറ്റുകളായി മാറുന്നു. നാലാമതായി ഈ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് ശബ്ദം അഥവാ പ്രോഗ്രാമുകളായി മാറുന്നു. ഒടുവിൽ 5ാമത്തെ ഘട്ടത്തിൽ ഈ പ്രോഗ്രാമുകളാണ് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഭൗതിക ലോകമായി, അതായത് അർത്ഥമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ സോഫ്റ്റ്വെയറിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഹാർഡ്വെയറിനെക്കുറിച്ച് നോക്കിയാലോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരം എന്ന ഈ അത്ഭുതകരമായ ക്വാണ്ടം മെഷീനാണ്. യന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം ഒരു മെഷീൻ അല്ലെങ്കിൽ ഉപകരണം എന്നാണ്. പക്ഷേ മനുഷ്യന്റെ ശരീരം ഒരു സാധാരണ യന്ത്രമല്ല. നമ്മളുണ്ടാക്കുന്ന യന്ത്രങ്ങൾ, അതായത് ഒരു കാർ എഞ്ചിൻ പോലെ, ഉപയോഗിക്കുമ്പോൾ ഊർജം നഷ്ടപ്പെട്ട് കൂടുതൽ ക്രമമില്ലായ്മയിലേക്ക് പോകും. എന്നാൽ നമ്മുടെ ശരീരം അങ്ങനെയല്ല. അത് കഴിക്കുന്ന ആഹാരത്തിലെ ക്രമമില്ലാത്ത ഘടകങ്ങളെ ഉപയോഗിച്ച് കൂടുതൽ ചിട്ടയും ക്രമവുമുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹാർഡ്വെയറിന്റെ സർക്യൂട്ട് ബോർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചക്രങ്ങളെ പറയാം. ഇവ നമ്മുടെ ശരീരത്തിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ഓരോ ചക്രവും ഓരോ പ്രവർത്തനങ്ങളെ കോഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രം ഉറപ്പിനെ കോഡ് ചെയ്യുന്നു, സ്വാധിഷ്ഠാനം ഒഴുക്കിനെ കോഡ് ചെയ്യുന്നു, അങ്ങനെ ഓരോന്നും ഓരോ ഫംഗ്ഷൻ ചെയ്യുന്നു. ഏറ്റവും മുകളിലുള്ള ആജ്ഞാചക്രം ഒരു കമാൻഡ് സെന്റർ പോലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. ശരി, അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറും അത് പ്രവർത്തിക്കുന്ന ഹാർഡ്വെയറും കണ്ടു. ഇനി ഈ ഗെയിമിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? അതാണ് നമ്മുടെ ഗെയിം പ്ലേ ലൂപ്പ്. ഏതൊരു രൂപത്തിനും നിലനിൽക്കാൻ, അതൊരു കസേര ആയാലും നമ്മളായാലും, ഒരു ബന്ധന ഊർജം വേണം. ഇതിനെ സങ്കോചം എന്ന് വിളിക്കാം. അതായത് ചിതറിപ്പോകാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസിയെ മറികടന്ന് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു തരം പിരിമുറുക്കം. ഈ ശക്തി കാരണമാണ് നമ്മളൊക്കെ ഒരു രൂപത്തിൽ നിലനിൽക്കുന്നത്. ഈ അടിസ്ഥാനപരമായ പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ നമ്മൾ മനുഷ്യർക്ക് പ്രധാനമായും 3 രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. ഇവയാണ് ആ 3 മലങ്ങൾ. ആദ്യത്തേത് ആണവമലം. ഇതാണ് നമ്മളിൽ ഞാൻ ചെറുതാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന തോന്നലുണ്ടാക്കുന്നത്. നമ്മുടെ ഈഗോ ഉണ്ടാക്കുന്നത് ഇതാണ്. രണ്ടാമത്തേത് മായീയമലം. ഇതാണ് ലോകത്തെ നല്ലത്, ചീത്ത, ഇഷ്ടം, അനിഷ്ടം എന്നിങ്ങനെ വേർതിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കുന്നത് ഇതാണ്. മൂന്നാമത്തേത് കാർമ്മികമലം. ഇതാണ് നമ്മളെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത്. ഈ പിരിമുറുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് ജീവിതത്തെയും മരണത്തെയും ഒന്ന് പുതിയ രീതിയിൽ നോക്കിക്കാണാം. നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത് ഈ പിരിമുറുക്കത്തിന്റെ കെട്ട് പതുക്കെ അഴിയാനെടുക്കുന്ന സമയമാണ്. അപ്പം മരണമെന്താണ്? അതൊരു പരാജയമല്ല, മറിച്ച് ആ പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാമുള്ള ഒരു പൂർണ്ണമായ റിലാക്സേഷനാണ്. നമ്മൾ ഗെയിം കളിച്ച് മതിയാവുമ്പോൾ ആ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ഊരിവെക്കുന്നത് പോലെ തന്നെ. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലിലേക്കാണ്. ഈ സ്പേസ് ടൈം എന്ന ഹെഡ്സെറ്റിനുമപ്പുറം എന്താണ് യഥാർത്ഥത്തിലുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. പുരാതന ഭാരതത്തിലെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു, നമ്മൾ അനുഭവിക്കുന്ന സ്ഥലവും കാലവും, അതായത് സ്പേസും ടൈമും, ഈ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളല്ലെന്ന്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആധുനിക ഫിസിക്സ് ഇന്ന് ഈ ആശയത്തോട് പതിയെ പതിയെ അടുത്തു വരുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഹെഡ്രോൺ എന്ന ഈ ജോമെട്രിക് രൂപം കണ്ടില്ലേ? ഇത് കണികകളുടെ പരസ്പര പ്രവർത്തനങ്ങൾ കണക്കാക്കുന്നത് സ്ഥലമോ കാലമോ എന്ന ആശയങ്ങളില്ലാതെയാണ്. ഇത് ആ പുരാതനവാദത്തിന് ഒരു ആധുനിക ശാസ്ത്രീയ സാധ്യത നൽകുന്നുണ്ട്. അപ്പോ ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? സ്ഥലവും കാലവും ഈ പ്രപഞ്ചമെന്ന നാടകം നടക്കുന്ന സ്റ്റേജല്ല. അത് നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്ന ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നിങ്ങൾ ഈ ഗെയിമിലെ വെറും ഒരു കഥാപാത്രമല്ല, മറിച്ച് ഈ ഇന്റർഫേസിന്റെ, ഈ കളിയുടെ മാസ്റ്റർ തന്നെയാണ്. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയായി വെറുതെ അഭിനയിക്കുന്നു, അത്രയുള്ളൂ. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഭാരമല്ല. അതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ്, അതിന്റെ ആവേശമാണ്. ഓരോ ലെവലും കൂടുതൽ രസകരമാക്കുന്ന ചാലഞ്ചുകൾ മാത്രം. അപ്പോ നമ്മുടെ ഈ അസ്തിത്വം ഒരു കളിയാണെങ്കിൽ നിങ്ങൾ ഈ കളി എങ്ങനെ കളിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.